ഹായ് വെൽക്കം ടു എജു വേൾഡ് ക്ലാസ്സസ്. സോ നമ്മളിന്ന് സൈക്കോളജിയിൽ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന ടോപ്പിക്കാണ്. സോ ഇതിൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനും കുറച്ച് ക്വസ്റ്റ്യൻസും നോക്കാം. സോ ഈ ഏരിയയിൽ നിന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എബിലിറ്റി ടു പെർസീവ് ഒബ്ജക്റ്റ് ഓർ ഇവൻറ്റ് ദാറ്റ് ഡു നോട്ട് ഡയറക്ട്ലി സ്റ്റിമുലേറ്റ് യുവർ സെൻസ് ഓർഗൻസ്. സോ ഓപ്ഷൻ എ ടെലിപ്പതി, പ്രീ കോഗ്നിഷൻ, ക്ലെയർവോയൻസ്, സൈക്കോകൈനസിസ്. ഇതായിരുന്നു പ്രീവിയസ് ഇയർ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഡാഷ് ഇസ് ദ പെർസെപ്ഷൻ വിത്തൗട്ട് ദ മീഡിയേഷൻ ഓഫ് ദ സെൻസസ്. ഓപ്ഷൻ എ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, 5 phenomenon, Ebbinghaus, D none. Third one: extrasensory perception that transfer one's thought to another or read someone's thought. Option A telepathy, clairvoyance, precognition, none. Fourth one: dash predict future, precognition, psychokinesis, clairvoyance, none. Fifth one: move object without touching. Option A psychokinesis, precognition, clairvoyance, D none. ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എജു വേൾഡിൻ്റെ തന്നെ ക്രാഷ് ബാച്ച് പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10th June തൊട്ടായിരിക്കും. അതിൽ PDF നോട്ട്സും വീക്ക്ലി മോക്ക് ടെസ്റ്റ് മാത്രമുള്ള ഒരു ബാച്ചാണ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോട്ട്സ് ഇല്ലാത്ത ക്ലാസ് വേണ്ടാത്തവർക്കും നോട്ട്സും MCQ ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ടാണ് സോ അങ്ങനെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ബാച്ചായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നമ്മൾ ഡെയിലി നമ്മൾ സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്ക് ഇടും. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQസും കൊടുക്കും. സോ ആ ടോപ്പിക്കുകൾ തന്നെ നമ്മൾ വീക്ക്ലി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ മോക്ക് ടെസ്റ്റ് സൺഡേസിൽ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. സോ ഇതായിരിക്കും ഒരു അടുത്ത പുതിയൊരു ബാച്ച്, ക്ലാസ് ഇല്ലാതെ നോട്ട്സും മോക്ക് ടെസ്റ്റുമായിട്ടുള്ളത്. സോ ഇതിൽ മന്ത്ലി ഫീസ് ഓഫ് 500 rupees പറയുന്നത്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക. തംബ്നെയിൽ കൊടുത്തിരിക്കുന്ന ഇതിലോട്ട് വാട്സപ്പ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് എന്താണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് നോക്കാം. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഈസ് സോ കോൾഡ് ബിക്കോസ് ഇറ്റ് ഈസ് പെർസെപ്ഷൻ വിത്തൗട്ട് ദ മീഡിയേഷൻ ഓഫ് ദ സെൻസസ്. ഇറ്റ് ഇൻക്ലൂഡ് ക്ലെയർവോയൻസ്, സൈക്കോകൈനസിസ്, പ്രീകോഗ്നിഷൻ ആൻഡ് ടെലിപ്പതി. സോ സെൻസേഷൻ എന്താണ്, പെർസെപ്ഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് അറിയണം. സെൻസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ്, നമ്മുടെ 5 സെൻസ് ഓർഗൻസ്, ഐസ്, നോസ്, ഇയേഴ്സ്, ടങ്ക്, സ്കിൻ. സോ ഈ സെൻസ് ഓർഗൻസിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ സെൻസേഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഈ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മുടെ ബ്രെയിൻ എങ്ങനെ പെർസീവ്, നമ്മൾ എങ്ങനെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. സോ അത് ബേസ് ചെയ്തിട്ടാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അപ്പം സെൻസേഷനും പെർസെപ്ഷനും എന്താവശ്യമാണ്? സെൻസ് ഓർഗൻസിൻ്റെ സഹായം ആവശ്യമാണ് അല്ലേ? സെൻസ് ഓർഗൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഇനി അപ്പോൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വിത്തൗട്ട് ദ മീഡിയേഷൻ ഓഫ് ദ സെൻസർ, ഈ സെൻസ് ഓർഗൻസിൻ്റെ ഇടനിലയില്ലാതെ, മീഡിയേഷൻ ഇല്ലാതെ നമ്മൾ പെർസീവ് ചെയ്യുന്നു, കാര്യങ്ങൾ നമ്മൾ പെർസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഇൻഫർമേഷൻസ് സെൻസ് ഓർഗൻസിന് സഹായം ഇല്ലാതെ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടൈപ്സ് ആണ് ക്ലെയർവോയൻസ്, സൈക്കോകൈനസിസ്, പ്രീകോഗ്നിഷൻ ആൻഡ് ടെലിപ്പതി. Extrasensory perception is a perception that occurs independently of the main physical senses, sight, hearing, touch, taste and smell, or indeed perceptual process such as പ്രീകൺസെപ്ഷൻ. സോ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടുന്ന, ഒക്കർ ചെയ്യുന്ന ഒരു പെർസെപ്ഷനാണ്. ഇവിടെ എന്താണ്, ഫിസിക്കൽ സെൻസസ് ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് നമുക്ക് കിട്ടുന്ന, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടുന്ന പെർസെപ്ഷനെയാണ് നമ്മൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോൺസെപ്റ്റ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് മോഡേൺ സയൻസുകാർ റിജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു വേഗ ഐഡിയാസാണ്. ഇങ്ങനെ മോഡേൺ സയൻസ് കൂടുതലും എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? നമുക്ക് എവിഡൻസ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നതിന്, അല്ലെങ്കിൽ റിയാലിറ്റി, കുറച്ചുകൂടെ റിയാലിറ്റി ബേസ്ഡ് ആണല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് സെൻസ് ഓർഗൻസിലൂടെ കിട്ടാത്ത കാര്യങ്ങളെ അവരെന്ത് ചെയ്യും? കൂടുതലും റിജക്റ്റ് ചെയ്യും. ഒരു അബ്സ്ട്രാക്റ്റ് തിങ്കിങ് ആണ്, അബ്സ്ട്രാക്റ്റ് തിങ്കിങ് ഐഡിയ ആണല്ലേ ഇത് എന്ന് പറയുന്നത്, ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മോഡേൺ സയൻസ് ഇത് റിജക്റ്റ് ചെയ്യാം, ഇതൊരു വേഗ ഐഡിയ ആയിട്ട് തോന്നാം. ഇനി ഇതിൻ്റെ തന്നെ ടൈപ്സ് ആണ് ടെലിപ്പതി എന്ന് പറയുന്നത്. ടെലിപ്പതി എന്ന് പറയുന്നത് ഇസ് തോട്ട് ട്രാൻസ്മിഷൻ ഫ്രം മൈൻഡ് ടു അനദർ. സോ ഒരു മൈൻഡിൽ നിന്ന് അടുത്ത മൈൻഡിലോട്ട് നമ്മുടെ ചിന്തകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെലിപ്പതി എന്ന് പറയുന്നത്.
ഫോർ ടെലിപ്പതി ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇസ് അനദർ പേഴ്സൺസ് മൈൻഡ്. സോ ഈ ഒരു ടെലിപ്പതി എന്ന് പറയുന്ന ഇതിൽ പെർസെപ്ഷനിൽ ഇവിടുത്തെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മറ്റു വ്യക്തിയുടെ മൈൻഡാണ്. സോ ഇവിടെ ഒബ്ജക്റ്റോ പേഴ്സണോ ഒന്നുമില്ല. ഇവിടെ എന്താണ് അവിടുത്തെ ഇൻഫർമേഷൻ, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരുടെ മൈൻഡ് നമ്മൾ എന്ത് ചെയ്യാൻ തോന്നുന്നു, റീഡ് ചെയ്യാൻ തോന്നുന്നു. സോ അതിനെയാണ് നമ്മൾ ടെലിപ്പതി എന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അനദർ പേഴ്സൺ, മറ്റു വ്യക്തിയുടെ മൈൻഡാണ്. സോ അല്ലെങ്കിൽ അയാളുടെ ചിന്തകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കഴിവ്. സോ അതിനെയാണ് നമ്മൾ ടെലിപ്പതി എന്ന് പറയുന്നത്. ദ പ്രിൻസിപ്പൽ റിക്വയർമെൻറ്റ് ഓഫ് ദ ടെലിപ്പതിക് ട്രാൻസ്മിഷൻ ഇസ് ദാറ്റ് ദ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ cannot be explained by any known physical process. സോ ഇവിടുത്തെ ടെലിപ്പതിക് ട്രാൻസ്മിഷന് ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ഒരു ഫിസിക്കൽ പ്രോസസ്സുകളോ ഒന്നും നടക്കുന്നില്ല. ഇവിടെ ഇൻഫർമേഷൻ എങ്ങനെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്? സോ മൈൻഡിലൂടെ അല്ലെങ്കിൽ നമ്മുടെ തോട്ടിലൂടെയൊക്കെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് ഈ ടെലിപ്പതിക് ട്രാൻസ്മിഷനിൽ പറയുന്നത്. ഓഫൻ ദ ഡെമോൺസ്ട്രേഷൻ ഇൻവോൾവ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ഓവർ ലാർജ് ഡിസ്റ്റൻസ്. ഇപ്പം നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന ആളുടെ മൈൻഡ് മാത്രം വായിക്കാമെന്നല്ല പറയുന്നത്. ഒരാൾ ഒരു സ്ഥലത്ത് നിൽക്കുക, മറ്റേ ആൾ അങ്ങ് ദൂരെ നിൽക്കുകയാണ് എങ്കിൽ പോലും അയാളുടെ മൈൻഡ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അത് നമ്മൾ ചിലപ്പോൾ ചില ടെലിപ്പതി കണക്ഷൻ എന്ന് പറയില്ലേ, ചിലപ്പോൾ നമ്മൾ അയാളെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ നമ്മളെ കോൾ ചെയ്യും. സോ അതൊക്കെ ഒരു ടെലിപ്പതി കണക്ഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന അതേ കാര്യം മറ്റൊരാളും വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയാളുടെ മൈൻഡ് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നു. സോ അപ്പം അടുത്തുള്ള ആളുടെ മൈൻഡ് മാത്രം വായിക്കാമെന്നല്ല, ദൂരെ ഇരിക്കുന്ന അയാളുടെയും മൈൻഡ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അയാളുടെ തോട്ട് നമുക്ക് കിട്ടുമെന്നാണ് ഈ ടെലിപ്പതിയിലൂടെ പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് ക്ലെയർവോയൻസ് എന്ന് പറയുന്നത്. ഇതിൽ 6 സൈലൻ്റാണ്. ക്ലെയർവോയൻസ് എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഇസ് എക്സ്ട്രാ സെൻസറി അവയർനെസ് ഓഫ് ഒബ്ജക്റ്റ്. ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ മൈൻഡിനെ കുറിച്ച് നമ്മൾ അറിയുന്നു, അല്ലെങ്കിൽ മൈൻഡാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പെർസീവ് ചെയ്യുന്നത്. ഇവിടെ പക്ഷേ എന്താണ്, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പേഴ്സൺ അല്ലെങ്കിൽ ഇവൻറ്റുകൾ ഇതൊക്കെ നമ്മൾ അറിയാം, നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ അല്ലാതെ നമ്മൾ പെർസീവ് ചെയ്ത് എടുക്കുന്നു. Clairvoyance is similar to telepathy except that the source of the information is an object or event rather than another mind. So clairvoyance എന്ന് പറയുന്നത് ടെലിപ്പതിയുമായിട്ട് കുറച്ച് സാമ്യമുണ്ട്. പക്ഷേ എന്തൊഴിച്ചിട്ടാണ് ഇവിടുത്തെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ആവാം, എന്തെങ്കിലും ഒരു സംഭവമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ആവാം. പക്ഷേ മറ്റേ ടെലിപ്പതിയിൽ പറയുമ്പോൾ അവിടെ തോട്ട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡാണ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ക്ലെയർവോയൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്സ്ട്രാ സെൻസസ്, നമ്മൾ കണ്ണിലൂടെ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് നോർമലി മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കാണുന്നുണ്ട്, മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കാണുന്നുണ്ട്. സോ ഗോസ്റ്റിനെ കണ്ടു എന്നൊക്കെ പറയത്തില്ലേ. സോ അതൊക്കെ എന്താണ് ഈ ഒരു ക്ലെയർവോയൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഗോസ്റ്റിനെ കണ്ടു, സോ അത് നമ്മൾ നോർമലി നമ്മുടെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ അത് കാണാൻ പറ്റുന്നവർ കുറച്ച് പേര് ഉണ്ടല്ലേ. സോ അങ്ങനെയുള്ള കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നു. സോ അതിനെയാണ് നമ്മൾ ക്ലെയർവോയൻസ് എന്ന് പറയുന്നത്. ആസ് വെൽ ആസ് ക്ലെയർവോയൻസ് വി ക്യാൻ പ്രൊപ്പോസ് ക്ലെയർ ഓഡിയൻസ് വെയർ ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഈസ് ഓഡിറ്ററി റാദർ ദാൻ വിഷ്വൽസ്. ഇതിൽ കൂടുതലും ഓഡിറ്ററി ആയിട്ടുള്ളത്, വിഷ്വലിനേക്കാളും കൂടുതൽ നമുക്ക് ഓഡിറ്ററി ആയിട്ട് നമ്മൾ കേൾക്കാത്ത ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങും. Clairaudience is an alleged psychic ability to hear things that are beyond the range of ordinary power of hearing, such as voices or messages from the dead. So മരിച്ചുപോയ സ്പിരിറ്റുകളെ കാണുക, സോ അല്ലെങ്കിൽ അവരുടെ സൗണ്ട് കേൾക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്, ക്ലെയർവോയൻസിന് ഒരു ഉദാഹരണമാണ്. Clairvoyance is one of the major psychic abilities and means you receive intuitive information through images, symbols and moving pictures. So ഇവിടെ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ആർക്കും കാണാൻ പറ്റാത്ത കാര്യം നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പെർസെപ്ഷൻ ഫീൽഡിൽ നിങ്ങൾ ഇമേജസ് ആയിട്ടോ അല്ലെങ്കിൽ സിമ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സ് മൂവ് ചെയ്യുന്നതായിട്ടോ ഒക്കെ നിങ്ങൾക്ക് തോന്നും. ഇമേജസ് ആർ യൂഷ്വലി സീൻ ഇൻ യുവർ മൈൻഡ്. ഇവിടെ കാണുന്നത് നമ്മുടെ മൈൻഡായിട്ട്, നമ്മുടെ 6th സെൻസ് എന്നൊക്കെ പറയല്ലേ, മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ കാണും. നമ്മുടെ മൈൻഡിലെ ഐ ഉപയോഗിച്ച് നമ്മൾ കാണുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ക്ലെയർവോയൻസ് എന്ന് പറയുന്നത്.
സോ ഇൻ യുവർ ഹെഡ്. സോ യു പ്രോബബ്ലി വോണ്ട് സീ എ സ്പിരിറ്റ് സിറ്റിംഗ് ഓൺ യുവർ ഹെഡ്. സോ അതുകൊണ്ട് തന്നെ ഈ സിക്സ്ത് സെൻസ് ഉള്ളവർക്ക് മാത്രമേ എന്താണ് നമ്മൾ അടുത്തൊരു പ്രേതം വന്നിരുന്നാൽ അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് വന്നിരുന്നാലും അത് കാണാൻ പറ്റൂ. സോ അതൊക്കെ കുറച്ച് എല്ലാം ഒരു വേഗമായിട്ടുള്ളൊരു ഐഡിയ ആണ്. പക്ഷേ ക്ലെയർവോയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സെൻസ് ഓർഗൻസിലൂടെ പെർസീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇവൻറ്റുകളെല്ലാം നമ്മൾ പെർസീവ് ചെയ്യുന്നു. സോ അതിനെയാണ് ക്ലെയർവോയൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രീ കോഗ്നിഷൻ ആണ്. ഇറ്റ്സ് എ ഫോർ നോളജ് ഓഫ് സ്പെസിഫിക് ഇവൻറ്റ് വിത്തൗട്ട് എനി റാഷണൽ മീൻസ്. സോ ഇത് നമ്മൾ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാമെന്നൊക്കെ പറയും. നമ്മൾ ചില ആൾക്കാർ ഭാവിയിൽ ഇനി വരാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഒരു പ്രഡിക്ഷൻ പോലെ പറയുന്നു, ഭാവിയിലുള്ള കാര്യങ്ങൾ പറയും. സോ അതിനെയാണ് നമ്മൾ പ്രീ കോഗ്നിഷൻ എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരു റാഷണൽ മീൻസിലൂടെ അല്ലെങ്കിൽ റാഷണാലിറ്റിയിലൂടെ ഒന്നും അല്ല, അവരെന്ത് ചെയ്യുകയാണ്, അവർ അവർ ഫ്യൂച്ചർ കണ്ടു, ഫ്യൂച്ചറിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടു എന്ന് അവർ പറയുകയാണ് ചെയ്തത്. സോ അതിനെയാണ് നമ്മൾ പ്രീ കോഗ്നിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത സൈക്കോകൈനസിസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് മെൻ്റൽ ഓപ്പറേഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസസ് എ മെറ്റീരിയൽ ബോഡി ഓർ ആൻ എനർജി സിസ്റ്റം, ആസ് ഫോർ എക്സാമ്പിൾ ഇൻഫ്ലുവൻസിങ് ദ റോൾ ഓഫ് ഡൈസ് ടു ഗോ ടു എ സർട്ടൻ നമ്പർ മിയർലി ബൈ കോൺസെൻട്രേറ്റിംഗ് ഹാർഡ് ഓൺ ദ നമ്പർ. സൈക്കോകൈനസിസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ മൈൻഡ് ഉപയോഗിച്ച് നമ്മൾ ഒബ്ജക്റ്റുകളെ മൂവ് ചെയ്യുന്നു. സോ അതിനാണ് നമ്മൾ സൈക്കോകൈനസിസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഗാംബ്ലർ ചീട്ട് കളിക്കുന്ന ആൾ അയാളുടെ മൈൻഡ് യൂസ് ചെയ്ത് അയാൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കാർഡുകളെ മൂവ് ചെയ്യിക്കുന്നു. സോ അതിനെ നമുക്ക് സൈക്കോകൈനസ് എന്ന് പറയുന്നത്. നമ്മുടെ മെൻ്റൽ ഓപ്പറേഷൻസിലൂടെ നമ്മുടെ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കുന്നു. സോ ഇതിനൊരു എക്സാമ്പിളായിട്ട് വന്നിട്ടുള്ളൊരു മൂവിയുണ്ട്, കാരി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സോ ഇതിൽ ടീനേജ് ഗേള് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ടീനേജ് ഗേളിന് ഒബ്ജക്റ്റുകളെ മൈൻഡ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ട്. സോ അതൊരു ഫിക്ഷനാണ് എങ്കിൽ പോലും അങ്ങനെ അതിനെയാണ് നമ്മൾ സൈക്കോകൈനസിസ് എന്ന് പറയുന്നത്. ക്ലോസ്ലി ലിങ്ക്ഡ് ടു ദ പ്രീവിയസ് ഇസ് മൈൻഡ് ഓവർ മാറ്റർ ക്ലെയിംസ്. മൂവിങ് തിങ്സ് വിത്ത് യുവർ മൈൻഡ് ഉപയോഗിച്ച് നമ്മൾ ഒബ്ജക്റ്റുകളെ മൂവ് ചെയ്യുന്നു. സോ അതിനെയാണ് നമ്മൾ സൈക്കോകൈനസിസ് എന്ന് പറയുന്നത്. ദ മൂവി കാരി ബീയിങ് എ പ്രൈം എക്സാമ്പിൾ, ദ ടീനേജ് ഗേൾ ഹൂ ഹാസ് ദ എബിലിറ്റി ടു മൂവ് തിങ്സ് വിത്ത് ഹെർ മൈൻഡ്. സോ ഇത്രയുമാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻസിൽ വരുന്ന 4 തരത്തിലുള്ള ടൈപ്സ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം. ടെലിപ്പതി എന്ന് പറയുന്നത് ട്രാൻസ്ഫർ വൺസ് തോട്ട് ടു അനദർ ഓർ റീഡ് സം വൺസ് തോട്ട്. അതായത് ഒരു വ്യക്തിയുടെ തോട്ട് മറ്റൊരാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ മൈൻഡ് അല്ലെങ്കിൽ ആ തോട്ട് നമ്മൾ വായിച്ചെടുക്കുക. അതിനെയാണ് നമ്മൾ ടെലിപ്പതി എന്ന് പറയുന്നത്. ഇനി പ്രീ കോഗ്നിഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ പ്രീ കോഗ്നിഷൻ എന്ന് പറയുന്നത്. പ്രഡിക്റ്റ് ഫ്യൂച്ചർ. ക്ലെയർവോയൻസ് ടു പെർസീവ് ഇവൻറ്റ്സ് ഓർ ഒബ്ജക്ട്സ് ഔട്ട് ഓഫ് സൈറ്റ്. നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണെ നമ്മൾ കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ പെർസീവ്. സോ കോമൺലി നമുക്ക് പെർസീവ് ചെയ്യുന്നു. നമുക്ക് നോർമൽ സൈറ്റിൽ കാണാനോ കേൾക്കാനോ തൊടാനോ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അവരെ ടച്ച് ചെയ്യുന്നു. സോ ഇതിനെയാണ് നമ്മൾ ക്ലെയർവോയൻസ് എന്ന് പറയുന്നത്. ഇനി സൈക്കോകൈനസിസ് എന്ന് പറയുന്നത് മൂവ് ഒബ്ജക്റ്റ് വിത്തൗട്ട് ടച്ചിങ്. സോ മൈൻഡ് ഓവർ മാറ്റർ. സൈക്കോകൈനസിസ് എന്ന് പറയുന്നത് നമ്മൾ ടച്ച് ചെയ്യാതെ നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റുകളെ മൂവ് ചെയ്യുന്നു. സോ അതിനെയാണ് നമ്മൾ സൈക്കോകൈനസിസ് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ. സോ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസിൻ്റെ മീഡിയേഷൻ അല്ലെങ്കിൽ ഇടനിലയില്ലാതെ നമുക്ക് കിട്ടുന്ന പെർസെപ്ഷനെയാണ് നമ്മൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അത് 4 തരത്തിലുണ്ട്: ടെലിപ്പതി, പ്രീ കോഗ്നിഷൻ, ക്ലെയർവോയൻസ് ആൻഡ് സൈക്കോകൈനസിസ്. സോ ഇനി നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. MCQ: ദ എബിലിറ്റി ടു പെർസീവ് ഒബ്ജക്റ്റ് ഓർ ഇവൻറ്റ് ദാറ്റ് ഡു നോട്ട് ഡയറക്ട്ലി സ്റ്റിമുലേറ്റ് യുവർ സെൻസ് ഓർഗൻ. സോ നമ്മുടെ കഴിവ് എങ്ങനെ പെർസീവ് ചെയ്യാനുള്ളത്, നമ്മുടെ സെൻസ് ഓർഗനെ സ്റ്റിമുലേറ്റ് ചെയ്യാതെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ നമുക്ക് ഡയറക്റ്റ് പെർസീവ് ചെയ്യാൻ പറ്റുന്ന കഴിവിനെ സെൻസ് ഓർഗൻസിൻ്റെ സഹായമില്ലാതെ ഇത് പെർസീവ് ചെയ്യുന്നതിന് പറയുന്നത് ക്ലെയർവോയൻസ് എന്നാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. സോ പ്രീ കോഗ്നിഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവാണ്. ടെലിപ്പതി എന്ന് പറയുന്നത് അവിടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മറ്റൊരാളുടെ തോട്ട് അല്ലെങ്കിൽ മൈൻഡാണ്. സോ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇവൻറ്റ് പെർസീവ് ചെയ്യാൻ പറ്റുന്നത് ഏതിലാണ്? ക്ലെയർവോയൻസിലാണ്.
നെക്സ്റ്റ് സെക്കൻഡ്, ഡാഷ് ഇസ് ദ പെർസെപ്ഷൻ വിത്തൗട്ട് ദ മീഡിയേഷൻ ഓഫ് ദ സെൻസസ്. സെൻസസിൻ്റെ മീഡിയേഷൻ ഇല്ലാതെ നമ്മൾ പെർസീവ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ESP എന്നാണ്, അതായത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നാണ്. തേർഡ് വൺ, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ദാറ്റ് ട്രാൻസ്ഫർ വൺസ് തോട്ട് ടു അനദർ ഓർ റീഡ് സം വൺസ് തോട്ട്. സോ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ട്രാൻസ്ഫർ വൺസ് തോട്ട്, ഒരാളുടെ തോട്ട് മറ്റൊരാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ തോട്ടിനെ നമ്മൾ വായിച്ചെടുക്കുക. സോ അങ്ങനെ അത് പറയുന്നത് ടെലിപ്പതി എന്നാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഫോർത്ത് വൺ ഇസ് ഡാഷ് പ്രഡിക്റ്റ് ഫ്യൂച്ചർ. ഫ്യൂച്ചർ പ്രഡിക്ഷന് നമ്മൾ പറയുന്നത് പ്രീ കോഗ്നീഷൻ എന്നാണ്. ഫിഫ്ത്ത് വൺ, മൂവ് ഒബ്ജക്റ്റ് വിത്തൗട്ട് ടച്ചിങ്. സോ ഒബ്ജക്റ്റിനെ നമ്മൾ മൈൻഡ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ടച്ച് ചെയ്യാതെ നമ്മളത് മൂവ് ചെയ്യിക്കുന്നതിന് നമ്മൾ പറയുന്നത് സൈക്കോ കൈനസിസ് എന്നാണ്. സോ ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഇനി നോട്ട്സും PDF നോട്ട്സും മോക്ക് ടെസ്റ്റും ചെയ്ത് പഠിക്കണമെന്നുള്ളവർക്ക് ക്രാഷായിട്ട് നമ്മൾ ജൂൺ 10 മുതൽ സ്റ്റാർട്ട് ചെയ്യും. സോ അതിന് മുമ്പായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. സോ തംബ്നെയിലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുത്തേക്കും. സോ അതിൽ വാട്സപ്പ് ചെയ്താൽ ഡീറ്റെയിൽസ് അറിയാം. സോ ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.